സ്വയം പ്രഖ്യാപിത ക്ലാസിക് ഡയറക്ടർ മണിരത്നം അല്ലെങ്കിൽ പരാജയ ചിത്രങ്ങളുടെ അമരക്കാരൻ മണിരത്നം 2013 സംവിധാനം ചെയ്ത കടൽ എന്ന ചിത്രത്തിൽ ആദ്യം നായികയെ തീരുമാനിച്ചത് സമാന്തയായിരുന്നു. അന്ന് തുടക്കക്കാരിയായിരുന്ന നടിക്ക് അക്കാലത്ത് ലഭിച്ച ഏറ്റവും വലിയ പ്രോജക്റ്റ് ആയിരുന്നു കടൽ. അതാണെങ്കിലോ കാർത്തിക് എന്ന പല്ല് കൊഴിഞ്ഞ സിംഹത്തിന്റെ നെപ്പോക്കിഡായ ഗൗതം കാർത്തികിന്റെ ആദ്യ ചിത്രവും. നെപ്പോക്കിഡിനെ വളർത്തിയെടുക്കാമെന്ന മണി സാറിന്റെ ആഗ്രഹം ഈ ചിത്രത്തോടെ ഒലിഞ്ഞു പോയി. വന്നതുപോലെ പത്തി മടക്കി പോയിട്ടുണ്ട് നെപ്പോക്കിഡ്. 2012 തുടക്കത്തിൽ ഷൂട്ടിംഗ് തുടങ്ങിയ മണിരത്നം ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ തന്നെ സാമാന്ത ജോയിൻ ചെയ്തിരുന്നു. പക്ഷേ അധികം വൈകാതെ അറിയാൻ കഴിഞ്ഞത് പ്രശസ്ത നടി ചിത്രത്തിൽ നിന്ന് പിന്മാറി എന്നാണ്. പക്ഷേ കടൽ എന്ന ചിത്രത്തിൽ നിന്ന് സാമാന്ത പിന്മാറിയത് നടിയുടെ കരിയറിലെ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്നെ പിന്നെ അത് മാറ്റി പറഞ്ഞു. സ്വയം പ്രഖ്യാപിത ദൈവമായ മണിരത്നത്തിന്റെ ചിത്രത്തിൽ നിന്ന് ഒരാൾ പിന്മാറിയാൽ അവർക്ക് കരിയറെ നശിക്കും എന്ന വിദ്യാധാരണയായിരുന്നു അതിന് കാരണം. ഇദ്ദേഹമൊന്നും ഒരു തേങ്ങയും അല്ല എന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കോപ്രായങ്ങൾ കണ്ടാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. 2013 തിയേറ്ററിലെത്തിയ കടൽ എന്ന ചിത്രം കടുത്ത വിമർശനങ്ങൾ നേരിടുകയും സീനിയർ സംവിധായകന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. അതും തഗ് ലൈഫ് വരുന്നത് വരയ്ക്കും മാത്രം. കടൽ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞതോടെ നായകനായ ഗൗതം കാർത്തികിനും തുളസിക്കും കരിയറിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ലാതെയായി. സ്വയം പ്രഖ്യാപിത ദൈവത്തിന്റെ ചിത്രത്തിൽ അഭിനയിച്ചില്ല എന്ന് കരുതി അവരുടെ കരിയർ ഒന്നും നശിച്ചു പോകാൻ പോകുന്നില്ല.